ഏറ്റവും ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകർ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൗൺസിലർമാരായ നൗഫിയ ഇസ്മായിൽ, നസീറ സുബൈർ, ഫാത്തിമ മാഹിൻ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിൻ്റെ പ്രചരണം ആദ്യഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് വേറെ അഴിമതിയുടെ കഥയുമായിട്ട് അടിയന്തര കൗൺസിൽ എന്ന പേരിൽ മറ്റ് അഴിമതിയുടെ ബില്ല് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തര ഒരു കൗൺസിൽ വിളിക്കുകയും അതിൽ നടന്ന സംഭവം ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങൾ പാർട്ടി നിങ്ങളെ ഇന്ന് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അടിയന്തര കൗൺസിൽ എന്ന പേരിൽ 17ഓളം അജണ്ടകൾ വെച്ചുകൊണ്ടാണ് ഇന്ന് മുനിസിപ്പൽ ഹാളിൽ നിന്ന് ഈ യോഗം നടന്നിട്ടുള്ളത്. എന്താണ് അടിയന്തര യോഗം? അടിയന്തര യോഗത്തിനെക്കുറിച്ച് മുനിസിപ്പൽ ആക്ട് പറയുന്നത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, നാളെ തന്നെ ചെയ്യേണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ഇടപെടേണ്ട കാര്യങ്ങൾ, വെള്ളപ്പൊക്കം, അത് മറ്റ് സംഭവങ്ങൾ എന്താണോ അടിയന്തരം, ആ അടിയന്തര യോഗത്തിൽ 1-2 അജണ്ടകൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം 17ഓളം അജണ്ടകൾ വെച്ചുകൊണ്ടിന്ന്, കാരണം അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടുന്ന് പഠന ആവശ്യാർത്ഥം മുനിസിപ്പൽ ടൂറ് പോയ ഒരു കണക്ക്, അതുപോലെ തന്നെ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുന്ന ബന്ധപ്പെട്ട ഒരു സംഭവം. കാരണം അത് വേണ്ടതാണ്. ഞാൻ ഇന്നലെ ഒരു യാത്രയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുനിസിപ്പാലിറ്റിയുടെ പ്യൂണെന്ന് തോന്നുന്നു രാജുചേട്ടൻ എന്നെ വിളിച്ചിട്ട് നാളെ അടിയന്തര കൗൺസിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് നമ്മുടെ നഗരോത്സവവുമായി ബന്ധപ്പെട്ട കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കും അടിയന്തര കൗൺസിൽ വിളിച്ചത് എന്നാണ്. അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ അജണ്ട വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് റോഡിൻ്റെ ആസ്തിയിൽ ചേർക്കുന്ന ബന്ധപ്പെട്ട അജണ്ടയിൽ ഉണ്ട്. അതുപോലെ നഗരസഭയിലെ ഭായിമാരുടെ കണക്കെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട അജണ്ടയിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ടൂറ് പോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 12ഓളം ആളുകൾ ടൂറ് പോയതിന് 1,98,100,000 രൂപയുടെ അടുത്ത് അതിൻ്റെ ബില്ല് മാറണം എന്നൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇതിൽ അടിയന്തരമായ ചെയ്യേണ്ടത്, എന്താണിത്? അന്നേരം ഭീഷണിയുടെ സ്വരത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞത് ഇതെൻ്റെ വിവേചന അധികാരമാണ്, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൗൺസിലർ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ പൈസ ഇല്ലെന്ന് പറയുകയും ആളുകൾ വീടില്ലാതെ, ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വീടില്ലാതെ ആളുകൾ ഇങ്ങനെ സ്ഥിരം മുനിസിപ്പൽ ഓഫീസുകൾ കയറി ഇറങ്ങുകയും വാർഡ് കൗൺസിലർമാരുടെ വീട്ടിലേക്ക് വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയർപേഴ്സൺ പറഞ്ഞത്, ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞത്, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, നിങ്ങൾ ഒന്നല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും നിങ്ങൾ കത്തെഴുതാനാണ് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴാണോ മുനിസിപ്പൽ വിഹിതം ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നീക്കിവെക്കുന്നത്, ആ സമയത്ത് തന്നെ കേന്ദ്ര ഫണ്ടും 1.5 ലക്ഷം രൂപയും 50,000 രൂപ കേരളത്തിൻ്റെ ഫണ്ടും എത്തുമെന്നാണ്. നിങ്ങൾക്കും അന്വേഷിക്കാം, ഇവിടെയുള്ള എല്ലാവർക്കും അന്വേഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും പാവങ്ങൾക്ക് കിട്ടേണ്ട ആശ്രയ കിറ്റുകൾ എല്ലാവർക്കും അറിയാം. ഓരോ വാർഡുകളും നിരാലംബരായ ആളുകൾ, വിധവകളായ ആളുകൾ കിട്ടിക്കൊണ്ടിരുന്ന ആശ്രയ കിറ്റ് നിന്നുപോയിരിക്കുകയാണ്. കാരണം ഇവർക്കിതിനൊന്നും ക്യാഷ് ഇല്ലെന്നാണ് ഇവർ പറയുന്നത്, ഇവർക്ക് ടൂർ പോകാനും. കാരണം 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ഒരു ടൂർ പോയി ഇവിടുന്ന് ഞങ്ങളുടെ കൗൺസിലർമാരും ഞാനില്ലായിരുന്നു പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പോയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ചിലവാക്കുന്നതിൽ ഒരു
ചിലവാക്കുക മാത്രമാണ് ഇതുകൊണ്ടൊരു പ്രയോജനവും ഈ നാട്ടിനും ഈ നാട്ടിലുള്ളവർക്കും ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ പിറ്റേ നടന്ന 2 വർഷങ്ങളിലും പങ്കെടുത്തിട്ടില്ല. കാരണം ഞാൻ ഇന്ന് കൗൺസിലിൽ ഞങ്ങളുടെ കൗൺസിലർമാർ ചോദിച്ചു, നിങ്ങൾ ടൂറ് പോയി പഠന ആവശ്യം പോയ ടൂറിൽ നിങ്ങൾ പോയി വന്ന ശേഷം എന്താണ് ഈ നഗരസഭയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എന്ന്. അവർ തന്നെ പല ഒഴിവുകഴിവുകളും പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, ഞങ്ങളത് നടത്തും. അപ്പം ഞങ്ങളുടെ കൗൺസിൽ ചോദിച്ച് നടക്കും എന്ന് ഞങ്ങൾക്കും പറയാം. നിങ്ങൾ എന്ത് നടത്തി? ഒന്നും നടത്തിയിട്ടില്ല. ഈ വർഷവും പോയി 1 ലക്ഷം രൂപയാണ് 12 ആളുകൾ ചിലവാക്കിയിരിക്കുന്നത്. ബസ്സിന് ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു രാത്രിയും 2 പകലും യാത്ര ചെയ്തതിന് ബസ്സിൽ കൊടുത്തിരിക്കുന്നത് 35,000 രൂപ കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ പല ബസ്സുകാരുമായിട്ട് ബന്ധപ്പെട്ടു. 19,000 അല്ലെങ്കിൽ 20,000 രൂപയാണ് ഇങ്ങനെ പോകുന്നതിന് ചിലവുള്ളത്. അതുപോലെ ഫുഡിൻ്റെ കാര്യം, ഇവർ റൂം എടുത്തിരിക്കുന്നത് 28,500 രൂപയാണ് ഈ 12 ആളുകൾ റൂം എടുത്തിരിക്കുന്നത്. അതുപോലെ ഫുഡിൻ്റെ കാര്യം, സ്നാക്സും വെള്ളവും കുടിച്ചതിൻ്റെ തുകയാണ് 6,800 രൂപ. ഉച്ചഭക്ഷണം 10,500 രൂപ. രാവിലെ കഴിക്കുന്നത് വൈകുന്നേരം 10,250 രൂപ. ഇങ്ങനെ 1 ലക്ഷത്തിൻ്റെ അടുത്ത് തുകയുമായിട്ട് ഒരു കണക്കുമായിട്ട് ഇന്ന് മുനിസിപ്പൽ കൗൺസിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തി. കാരണം ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. അടിയന്തര കൗൺസിൽ എന്ന് പറയുന്നത് അടിയന്തരമായിട്ട് എന്താണോ നടക്കേണ്ടത് അതാണ് നടക്കേണ്ടത് എന്ന് ഞങ്ങൾ പറയുകയും ഞങ്ങൾ അവിടെ അത് തടസ്സം സൃഷ്ടിക്കുകയും അവർ പറഞ്ഞു ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തുകയും എന്നിട്ടാണ് ഈ ജനങ്ങൾ അറിയേണ്ട സംഭവമായതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തവിടെ പറഞ്ഞു എന്ന് ആരും ജനങ്ങൾ മനസ്സിലാകുന്നില്ല. ഇതുപോലെ തന്നെ പലരും എന്താണോ അഴിമതി എന്നിട്ട് ഞങ്ങൾ പോയ ശേഷം പറഞ്ഞു കേട്ടു, നഗരോത്സവത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടു. കാരണം അജണ്ടയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരിക്കെ അവർ എന്തോ ഒക്കെ എഴുതി കൂട്ടി അവരൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലാസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ മേഖലകളിലും ഇവർ അഴിമതി നടത്തിക്കൊണ്ട്, കാരണം ഞങ്ങൾ ചോദിച്ചു സാധാരണ യോഗം നടത്തുന്ന എന്താ പ്രശ്നം? അപ്പോൾ 3 ദിവസം മുമ്പ് അജണ്ട നോട്ടീസ് ഞങ്ങൾക്ക് തരേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം പഠിക്കാൻ പറ്റും. ഇത് പഠിക്കുന്നതിന് പകരം ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, ജനങ്ങളെയും മറ്റ് കൗൺസിലർമാരെയും മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഇവർ പെട്ടെന്ന് അടിയന്തര യോഗത്തിൻ്റെ ഹെഡിങ്ങിൽ അടിയന്തര യോഗമെന്ന് ചേർത്താൽ പിന്നീട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ 17 അജണ്ടകൾ ഇന്ന് കൗൺസിൽ വെച്ചത് 17 അജണ്ടകളാണ്. ഇതിൽ എൽ ഡി എഫും ഇതിൽ മുക്തരല്ല. അവരും ഈ ടൂറിൽ പങ്കെടുത്തവരാണ്. SDPയുടെ കൗൺസിലർമാരൊഴികെ UDFൻ്റെ ചില കൗൺസിലർമാരും LDFൻ്റെ ചില കൗൺസിലർമാരും ഈ ടൂറിൽ പങ്കെടുത്തവരാണ്. എല്ലാവരുമല്ല, ചില ആളുകൾ അങ്ങനെ 12 ആളുകൾ ഈ ടൂറിൽ പങ്കെടുക്കുകയും ഒരാളിന് 8,000 രൂപ മിച്ചം ഒരാൾക്ക് ചിലവായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് ടൂർ പോയാൽ, ഈ കൗൺസിലർമാരിൽപ്പെട്ട ആരെങ്കിലും സ്വന്തമായിട്ട് ടൂറിന് പോയാൽ അവർ പോക്കറ്റിൽ നിന്നെടുത്ത് ഇത്രയും ചിലവാക്കുമോ നമ്മൾ മനസ്സിലാക്കണം. ഇത് ജനങ്ങളുടെ നികുതി പണം, പാവപ്പെട്ട ആളുകൾ കരമടയ്ക്കുന്ന പൈസ എടുത്തുകൊണ്ട് നമ്മൾ ദൂർത്ത് നടത്തുകയാണ്. ഈ ദൂർത്തിനും അഴിമതിക്കുമെതിരെയാണ് SDP നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സഹ കൗൺസിലർ നൗഫിയ ഇസ്മായിലിനോട് ക്ഷണിക്കുകയാണ്. എൻ്റെ മുമ്പ് കൗൺസിലർ പറഞ്ഞു, ഈ ഒരു വാർത്താ സമ്മേളനം നമ്മളിവിടെ കൂടിയതിൻ്റെ അടിയന്തര പ്രാബല്യം എന്താണെന്നുള്ളത് നമ്മുടെ കൗൺസിലർ പറഞ്ഞു. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൗൺസിലർ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കയറിയിട്ട് 1 വർഷമായതേ ഉള്ളൂ. അതിന് മുമ്പുള്ള 2 വർഷക്കാലം ഞങ്ങളായിരുന്നു അവിടെ കൊടുത്തുണ്ടായിരുന്നത്. ഞങ്ങൾ കയറിയ ആദ്യ വർഷം ഇതുപോലെ മലമ്പുഴ, മലപ്പുറം എന്നീ 2 സ്ഥലങ്ങളിലേക്കാണ് ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിലെ പഠനയാത്ര എന്ന പേരിൽ ടൂറിന് പോയിരുന്നത്. അന്ന് 48,000 രൂപയാണ് അവർ ചെലവഴിച്ചിരുന്നത്. അന്ന് ഞങ്ങൾ പാർട്ടി പ്രതിനിധാനം ചെയ്ത ഞങ്ങളുടെ 2 കൗൺസിലർമാർ അന്ന് പങ്കെടുത്തിരുന്നു. കാരണം ഇതെന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളന്ന് ആ യാത്രയിൽ കൂടെ പോയത്. അന്ന് നമ്മളവിടെ പോയ യാത്ര 2 ദിവസം നമ്മൾ യാത്ര ചെയ്തതിൽ 3 പോയിന്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവരണമെന്നിരുന്നു നമ്മൾ ഇവരോട് പറഞ്ഞിരുന്നു. ഒന്ന്, ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു പാർക്കിംഗ് സൗകര്യം. അത് നമ്മൾ വ്യക്തമായിട്ട് 3-4 മണിക്കൂറുകൾ പോയി കണ്ട് അതേത് രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും, അതിന് ചിലവാകേണ്ട
തുക എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് പുറമ്പോക്ക് വക കിടക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ഏർപ്പെടുത്തണം എന്നുള്ള ഒരു പോയിന്റ് നമ്മളിവിടെ കുറിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് സംസ്കരണം, മാലിന്യ സംസ്കരണം. നമ്മൾ ഹരിതകർമ്മസേനയെ വെച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ യൂസർ ഫീ മേടിച്ച് കടകളിൽ 100 രൂപയും അധിക ലഗേജ് വന്നാൽ അതിന് മുകളിലുള്ള തുകയും വീടുകളിൽ 50 രൂപയും യൂസർ ഫീ ആയി മേടിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഈ പൊതുജനങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ എത്രത്തോളം ഏറ്റവും താഴ്ന്ന രീതിയിലാണ് ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഈ ഈരാറ്റുപേട്ടയിലുള്ള മുഴുവൻ കൈത്തോടുകളും പിന്നെ ആറും എത്ര മലീമസമായിട്ടാണ് കിടക്കുന്നത് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ഈരാറ്റുപേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഡംപിങ് യാർഡ്, അതായത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കൗൺസിലർ കൂടിയാണ് ഞാൻ. നമ്മൾ 8 വർഷത്തിന് മുമ്പ് നമ്മളാണ് ആദ്യം തുമ്പൂർ മുടിയിലുള്ള ഒരു സംവിധാനം ആ വാർഡിൽ എത്തിച്ചതും അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ ഈ അടുത്ത നാടുകളിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നടന്നു പോകുന്നെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഈരാറ്റുപേട്ടയിലുള്ള 48,000 വരുന്ന പോപ്പുലേഷൻ അടങ്ങുന്ന ഈ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും മോശമായ വെള്ളം ഉപയോഗിക്കുന്ന കുടിവെള്ളം എന്ന് പറയുന്ന വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ ഈരാറ്റുപേട്ടക്കാരാണ്. കാരണം ഈരാറ്റുപേട്ടയിലെ ഏറ്റവും ടോപ്പ് സ്ഥലത്താണ് ഈ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് മഴക്കാലത്ത് ഒലിച്ചിറങ്ങുന്ന ആ ഒരു വെള്ളം നമ്മൾ ഈരാറ്റുപേട്ടയിലെ എല്ലാ മേഖലകളിലേക്കും മീനച്ചിലാറിൽ നിന്നാണ് നമ്മൾ ജലസ്രോതസ് കണ്ടെത്തി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇവർ എത്രത്തോളം വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനവിടെ ഇരിക്കുന്നൊരു കൗൺസിലറാണ്, ചെയ്യുന്നുണ്ട്. അത് വരുന്ന രീതിയിൽ, പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പഠനയാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള പഠനയാത്രയിൽ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഡിസബിലിറ്റി ആയ പിള്ളേരും, 2 വേസ്റ്റ് മാനേജ്മെൻറ്റും, 3 നമ്മൾ ലേഡീസ് ഒരു ജിംനേഷ്യം ഇങ്ങനെയുള്ളൊരു സംവിധാനം അവർ 3 പോയിന്റ് ചെയ്തിട്ട് ഇത് 3 നടപ്പിലാക്കാമെന്നുള്ള രീതിയിലായിരുന്നു പഠനയാത്ര തുടർന്നുകൊണ്ട് പോയത്. ഈ 3 കാര്യങ്ങളും ഈ 3 വർഷമായിട്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആയതിനാൽ വരുന്ന പിന്നീടുള്ള 2 വർഷങ്ങളിലും ഈ ഒരു പഠനയാത്രയിൽ നിന്നും ഞങ്ങൾ SDPI വിരമിച്ച് നിൽക്കുകയായിരുന്നു. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സൗകര്യമില്ലായിരുന്നെങ്കിൽ വരണ്ട, ഞങ്ങൾ പോകും, ഞങ്ങൾ പോയി അങ്ങനെയുള്ള രീതിയിലാണ്, ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ചെയർപേഴ്സൻ്റെ മുമ്പിൽ നിന്നുള്ള സംസാരം വന്നത്. പിന്നെ ഈ അടിയന്തര കൗൺസിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കൗൺസിലർ പറഞ്ഞു, അടിയന്തര കൗൺസിൽ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് ഒരു അജണ്ട അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള 2 അജണ്ട അത് നമുക്ക് കൗൺസിൽ ഹാളിൽ കയറുമ്പോഴാണെങ്കിലും കൗൺസിൽ നോട്ടീസ് നമ്മുടെ കയ്യിൽ എത്തിയാൽ മതി എന്നാണ് മുനിസിപ്പൽ ആക്ട് കിടക്കുന്നത്. പക്ഷേ ഇവർ അഴിമതി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം പോലെയാണ് നമ്മൾ 17-20 അജണ്ടകൾ വെച്ച് ഒരു അടിയന്തര കൗൺസിൽ, അതായത് നമുക്കത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ 17-20 അജണ്ടകൾ വെച്ച് രാത്രിയിൽ 10 മണിക്കൊക്കെയാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് അജണ്ട പേപ്പർ എത്തുന്നത്, കൗൺസിൽ നോട്ടീസ് പേപ്പർ എത്തുന്നത്. നമുക്കൊന്നും പഠിക്കാനില്ലാത്ത സാഹചര്യത്തിൽ അത് പാസ്സാക്കി വിടുന്ന ഒരു സംവിധാനവും കൂടിയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കാണുന്നത്. ഇന്ന് നടന്നത് നമ്മൾ പറഞ്ഞു പോയതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൗൺസിൽ അജണ്ട ആയതുകൊണ്ടാണ്, അടിയന്തര കൗൺസിൽ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ അറിയേണ്ടത്, നമുക്ക് ഉപകാരപ്പെടാത്ത രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഓൺ ഫണ്ട്, അതായത് നമ്മൾ നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ ഫണ്ട് ചെലവഴിക്കലുകൾ പൊതുജനങ്ങളും കൂടെ അറിയണമെന്നുള്ള രീതിയിൽ ആണ് ഞങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനം കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രാവശ്യത്തെ ടൂർ പോയിരിക്കുന്നത്, അതായത് നമ്മൾ വയനാട് കൽപ്പറ്റ എന്ന സ്ഥലത്താണ്. അവിടെ പോയതിനാണ് ഇപ്പോൾ ഈ 1 ലക്ഷം രൂപ അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയി എന്ത് പഠിച്ചു, എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അത് മോൺ ഫണ്ടിൽ നിന്നുള്ള പൈസയാണ് ഈ 1 ലക്ഷം രൂപ ടൂർ പോയിരിക്കുന്നത്. വയനാട് കൽപ്പറ്റ എന്ന സ്ഥലത്തേക്കാണ് 2 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞങ്ങൾ 5 കൗൺസിലർമാരും കൂടെ ആ ഒരു നഗരസഭയിൽ അതിൽ ഉള്ളത് കൊണ്ട് ഞങ്ങളിതിൽ പങ്കാളിയല്ല എന്ന് അറിയിക്കുകയുള്ളെന്നൊരു ഞങ്ങളുടെ ഒരു താല്പര്യം കൂടി ആയതുകൊണ്ട് ഞങ്ങളിത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ് KK റോഡ് മുണ്ടക്കയം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡേഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡേഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. IT Future MKK Tower near KSRTC bus stand ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട.